CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. MV ഗോവിന്ദൻ സെക്രട്ടറിയായി തന്നെ തുടരും. നയരേഖയിലെ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഇന്ന് ശ്രദ്ധേയമാവുക. പുതുമുഖങ്ങളെ അണിനിരത്തി സംസ്ഥാന കമ്മിറ്റി അഴിച്ചുപണിയും. നേതൃയോഗങ്ങൾ അല്പസമയത്തിനകം ചേർന്ന് സംസ്ഥാന കമ്മിറ്റി പാനൽ അംഗീകരിക്കും. റോഷിപാലും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുന്നു. എന്തായാലും അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. സമ്മേളന നഗരിയിലാണ് രണ്ടുപേരും ഉള്ളത്, റോഷിപാലും ഉള്ളത്, PR സുനിലും, ഒപ്പം സാനിയ മനോവിയും, ദിവിൻ മാനന്തവാടിയും, രാഹേഷ് റഷീദും അടക്കമുള്ള നമ്മളുടെ വാർത്താ സംഘം കൊല്ലത്തെ സമാപന സമ്മേളനത്തിന്റെ വാർത്തകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആദ്യം അർജുൻ കല്യാടിലേക്ക് നമ്മൾ പോകുന്നു. അർജുൻ കല്യാട്, സമ്മേളന യോഗങ്ങൾ എവിടം വരെ എത്തി? ഇനിയിപ്പോൾ സംസ്ഥാന കമ്മിറ്റി പുതുതായിട്ട് വരുന്ന പാനൽ അംഗീകരിക്കണം. അത് സെക്രട്ടേറിയറ്റാണ് അവതരിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് അത് നടക്കുക? എപ്പോഴത്തേക്ക് പുതിയ അംഗങ്ങളെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടും? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും 9:30 പുതിയ നിലവിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിക്കുകയും ചെയ്യും. ആ സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയായിരിക്കും അത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് അവതരിപ്പിക്കുക, പ്രതിനിധികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. മറ്റ് എതിർപ്പുകളൊന്നും ഉയരില്ല എങ്കിൽ സ്വാഭാവികമായും ഈ സംസ്ഥാന കമ്മിറ്റിക്ക് അംഗീകാരം നൽകുകയും പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യും. ആ സംസ്ഥാന കമ്മിറ്റി ഉടൻ തന്നെ യോഗം ചേർന്നുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. നിലവിൽ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കുന്നത് അല്പസമയത്തിനകം ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ആ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. ആ നേതാക്കളായിരിക്കും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിക്കുക. നിലവിൽ 88 അംഗങ്ങളുള്ള സംസ്ഥാന സമിതിയാണ് നിലവിലുള്ളത്. പാർട്ടിയുടെ അംഗസംഖ്യ അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാരുടെ അംഗസംഖ്യ സംസ്ഥാനത്താകെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ അംഗസംഖ്യ കൂടുമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതും പോളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയുമാണ്. പക്ഷേ സ്വാഭാവികമായും ഈ 90 എന്നുള്ളത് പരമാവധി അംഗസംഖ്യയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 88 എന്ന രീതിയിൽ തന്നെ നിലനിർത്താനാണ് സാധ്യതയുള്ളത്. അതിൽ തന്നെ നിരവധിയായിട്ടുള്ള ഒഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം 11 പേരെ പ്രായത്തിൻ്റെ ഈ പരിധിയുടെ ഭാഗമായി ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അതിന് പിന്നാലെ തന്നെ മരണപ്പെട്ടവരുടെ കോടിയേരി ബാലകൃഷ്ണൻ, ജോസഫൈൻ ഉൾപ്പെടെയുള്ളവർ, AV റസൽ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒഴിവ് കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് പുതുതായി ഒരു 20ഓളം പുതുമുഖങ്ങൾ എത്താനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ വനിതാ പ്രാതിനിധ്യം വരുന്ന രീതിയിലുള്ള ഒരു പാനലായിരിക്കും ഈ കേന്ദ്ര നേതാക്കൾ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവതരിപ്പിക്കുക. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് പിന്നീട് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുമാണ് ഉണ്ടാവുക. എന്തായാലും കൊല്ലത്ത് സമ്മേളനത്തിൻ്റെ നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കാരണം 10 മണിക്കാണ് മുഖ്യമന്ത്രി ഈ നയരേഖയിൽ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രീതിയിലുള്ള നയരേഖ അവതരിപ്പിച്ചതിൻ്റെ മറുപടി മുഖ്യമന്ത്രി നൽകുക. അതും ഇന്നത്തെ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ 10 മണിക്ക് ശേഷം തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തിയാവാനാണ് സാധ്യതയുള്ളത്. മറ്റ് എതിർപ്പുകളൊന്നും വരാൻ സാധ്യതയില്ല. മറ്റ് വിഭാഗീയ പ്രശ്നങ്ങളില്ല. ഏതെങ്കിലും പാനലിനെതിരായി മത്സരം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതിൽ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ വരാനുള്ള യാതൊരുവിധ സാഹചര്യമോ സാധ്യതയോ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ പെട്ടെന്ന് ഒരു നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് ആയിരിക്കും അല്പസമയത്തിനകം ഈ സമ്മേളന നഗരിയിൽ തന്നെ ചേരാൻ വേണ്ടി പോകുന്നത്. കൊല്ലത്ത് വലിയ ആവേശത്തിലാണ്. അതുപോലെ തന്നെ വളരെയധികം ഉദ്വേഗജനകമായിട്ടുള്ള ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുതായി ആരൊക്കെ വരും എന്നുള്ളതാണ്. കാരണം യുവനിരയാകെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തും എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് പാർട്ടിയിലെ അകത്തു നിന്നുള്ള ഒരു വിവരമായി ലഭിക്കുന്നത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് വസീഫ്, അതുപോലെ തന്നെ കേന്ദ്ര നേതാവായിട്ടുള്ള ജെയ്സി തോമസ്, അതുപോലെ തന്നെ SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു വനിത, അത് N സുകന്യക്കാണ് സാധ്യതയായി പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വനിതകളുടെയും യുവാക്കളുടെയും ഒരു നീണ്ട നിര ഇത്തവണത്തെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 5 ജില്ലാ സെക്രട്ടറിമാർ, സംസ്ഥാന കമ്മിറ്റിയിലില്ലാത്ത 5 ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്യും. നേതാക്കളെല്ലാം താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ ഇവിടെ നിന്ന് അല്പസമയം മുമ്പാണ് ഈ സമ്മേളന നഗരിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനി നടക്കാനുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അത് സമ്മേളന നഗരിയിൽ 9:30 തുടങ്ങുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സാധ്യതകൾ അർജുൻ കല്യാട് പറഞ്ഞതുപോലെയാണ്. 20ഓളം വേക്കൻസികൾ വരാനുണ്ട്. 11 പേർ പ്രായപരിധി കൊണ്ട്
അതല്ലാതെ 3 പേർ മരിച്ചതുമായി ബന്ധപ്പെട്ട്. അത് കൂടാതെ 2-3 പേരെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. സൂസൻ കോടി അടക്കമുള്ളവരുടെ പേരുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. കൊല്ലത്ത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിരുന്നതാണ് സൂസൻ കോടിയുടെയൊക്കെ പേരിൽ. അപ്പോൾ സൂസൻ കോടി ഒഴിവാക്കിയേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു 18ഓളം പുതുമുഖങ്ങൾ എത്താനാണ് സാധ്യത. അതിൽ തന്നെ DYFIയിലേക്ക് ചെറുപ്പക്കാർ, യുവരക്തം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് സംസ്ഥാന കമ്മിറ്റിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഈ നിമിഷത്തിലെ വാർത്ത. എന്നാൽ അതേസമയം തന്നെ ഈ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിനു ശേഷം പാനൽ അവതരിപ്പിച്ചതിനു ശേഷം മുഖ്യമന്ത്രി ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുകയും ചെയ്യും.